അടുത്തയാണ് ആർട്ടീരിയൽ പങ്ക്ചർ. അസിസ്റ്റിംഗ് ദ പേഷ്യൻസ് വിത്ത് ആർട്ടീരിയൽ പങ്ക്ചർ. ആർട്ടീരിയൽ പങ്ക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറീസിൽ നിന്ന് ബ്ലഡിനെ വിഡ്രോ ചെയ്യുക ചെയ്യുന്നത്. മെയിൻലി റേഡിയൽ, ബ്രാക്കിയൽ, ഫെമറൽ ഇവിടെ നിന്നൊക്കെ എടുക്കുന്നത്. മെയിനായിട്ടുള്ള പേർപ്പസ് നമ്മുടെ pH നോക്കാൻ വേണ്ടിയാണ്. അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, പിന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, pH, പിന്നെ പല ടൈപ്പുണ്ട്. റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഓക്കെ, ഒരു നേഴ്സ് എന്ന നിലയിൽ നമ്മൾ ചെയ്യാനുള്ളത് ഡോക്ടേഴ്സ് ഓർഡർ നോക്കുക, പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് കണ്ടെത്തുക. മീൻസ് അതാണോ എന്ന്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ആർട്ടീരിയൽ പങ്ക്ചർ നമുക്ക് ചെയ്യാനുണ്ടോ എന്ന്. അത് ഡോക്ടേഴ്സ് അല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു ആർ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സാണ്, ICUലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പിക്ക് ലൈനൊക്കെ നേഴ്സസ് ഇടാറുണ്ട്. പിക്ക് ലൈൻ എന്ന് വെച്ചാൽ RCS പിക്ക് ലൈനൊക്കെ ഉണ്ട്, നമുക്ക് പറയാം. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന നേഴ്സസാണ്. ഈവൻ പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക മൈൽഡായിട്ട് പെയിൻ ഉണ്ടാവും എന്നൊക്കെ. പിന്നെ ഗ്യാദർ സപ്ലൈസ്, ABG കിറ്റ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരനൈസ്ഡ് സിറിഞ്ച് വിത്ത് ലേബൽ, ദെൻ ഗ്ലൗസ്, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ നമ്മൾ ക്ലോർഹെക്സിഡിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കോട്ടൺ ബോൾ, ഗോസ്, ബാൻഡേജ്, അഡ്ഹസീവ്, ടേപ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നേഴ്സസ് റോളെന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുക, ഫിസീഷ്യനെ അസിസ്റ്റ് ചെയ്യുക, ദെൻ സ്റ്റെറൈലായിട്ടുള്ള ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ലിംബ് ഇപ്പം കൈയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുക. പേഷ്യൻ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഊർജ്ജസ്വലരാക്കണം. നമ്മൾ വൺസ് ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നല്ല ഫേം ആയിട്ടുള്ളൊരു പ്രഷർ അപ്ലൈ ചെയ്യണം. ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്. ഈവൻ നമുക്കിങ്ങനെ കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറേ നേരം പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചാൽ കെട്ടിക്കൊടുക്കുക. ദെൻ ഹെമറ്റോമയൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു വൈകിക്കാതെ തന്നെ ലബോറട്ടറിയിലോട്ട് സെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു പാലറോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കണം. അപ്പം വൺസ് ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ പേഷ്യൻറ്റിനോട് പറയേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പെയിനോ ഹെമറ്റോമ ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. കൈയാണെങ്കിൽ ഒരു പോയിന്റിൽ തന്നെ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്നത് ഓക്സിജൻ്റെ അളവ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം, ആസിഡ് ബേസ് ഇവാലുവേഷൻ നടത്തണം, ദെൻ സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡയഗ്നോസ് ചെയ്യുക. ദെൻ പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് പങ്ക്ചർ നമ്മൾ ചെയ്തത്, പിന്നെ ഏത് സമയമാണ്, പേഷ്യൻ്റ് ടോളറൻസ് ലെവല്, പിന്നെ എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡാണ്, അതിൻ്റെ ടൈപ്പ് ഓഫ് സാമ്പിൾ കളക്ട് ചെയ്തേക്ക് നോക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ നമ്മൾ ഇൻഫോർമേഷൻ നടത്തി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് എഴുതണം. പിന്നെ നേഴ്സസ് സൈൻ. ഓക്കെ, നേഴ്സിൻ്റെ സൈൻ ഇടുക. നേഴ്സ് വേണം നേഴ്സിൻ്റെ സൈൻ ഇടാൻ, വേറെ ആരുടെ സൈൻ പോയി ഇടരുത്. ഓക്കെ, പിന്നെ നമുക്ക് കോമൺ എറേഴ്സ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഈസ് ഫസ്റ്റ് അലൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ, പിന്നെ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സിറിഞ്ചിനകത്ത് മേ ബി എയർ കാണാം, അതൊക്കെ റിമൂവ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷന് ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആൻഡ് ബ്ലഡ് എടുക്കുന്നത് വെയിനിൽ നിന്നാണ്. ഞാൻ നാൾ നിന്ന സമയത്തും ഒരു ഡോക്ടർ ചേച്ചിയാണ് ബ്ലഡ് ഇങ്ങനെ ആർട്ടീരിയൽ ഇതിടാനായിട്ട് വന്നത്. ആർട്ടീരിയൽ ലൈൻ ഇടാൻ വന്നപ്പോൾ കൂടെ ചേച്ചി ഇങ്ങനെ കുത്തി. അപ്പോഴത്തേക്കും ലൈക്ക് കുറച്ചും കൂടി ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു അതല്ല ലൈന്, അത് വെയിനാണെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് മനസ്സിലായില്ല, പക്ഷെ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞു വെയിനാണെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും മാറ്റി കുത്തുന്നതായി കണ്ട. പിന്നെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു PPE വേണം, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വേണം, സിറിഞ്ച് വേണം, നീഡിൽ വേണം, ഐസ് ബാഗ് വേണം, അഡ്ഹസീവ് ടേപ്പ് വേണം, ആൻഡ് ഷാർപ്പ് കണ്ടെയ്നർ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ഈ വേസ്റ്റ് ഇടും? ഓക്കെ,
ഇനി പോസിറ്റീവ് അലൻസ് ടെസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് അലൻസ് ടെസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് അലൻസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് നോക്കുമ്പോഴത്തേക്കും ഒരു 5 മുതൽ 15 സെക്കൻഡിനുള്ളിൽ അത് ഹാൻഡ് ഫ്ലഷ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പോസിറ്റീവ് അലൻസ് ടെസ്റ്റ് ആണ്. ഇനി ഹാൻഡ് അത് ഫ്ലഷ് ആവുന്നില്ല, 5 മുതൽ 15 സെക്കൻഡ് എടുത്തിട്ട് ഫ്ലഷ് ആവുന്നില്ലെങ്കിൽ നെഗറ്റീവ് അലൻസ് ടെസ്റ്റ് ആണ്. ഇതിന് വരാൻ സാധ്യതയുള്ളൊരു കോംപ്ലിക്കേഷൻ ത്രോംബോസിസ് വരാം, ഇൻഫെക്ഷൻ വരാം, ഹെമറ്റോമ വരാം, ആൻഡ് ഈവൻ ആർട്ടീരിയൽ സ്പാസം അവിടെ ഉണ്ടാവാം. ഓക്കെ, അപ്പം മെയിൻലി ത്രോംബോസിസ്, ബ്ലീഡിങ് അവിടെ ഉണ്ടാകും, ഇൻഫെക്ഷൻ വരാം, ആൻഡ് ആർട്ടീരിയൽ സ്പാസമാണ് ഉണ്ടാവുന്നത്.